ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ചിജ്ജട ചിന്തനം എന്ന കൃതിക്ക് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. എല്ലാ സത്യദർശികൾക്കും തെളിഞ്ഞിട്ടുള്ള വസ്തുരഹസ്യം ഒന്നുതന്നെ. നിലനിൽപ്പിന് ചിത്തും ജഡവും എന്ന് രണ്ട് ഘടകങ്ങളേയുള്ളൂ. അവയിൽ ചിത്ത് സത്യവും ജഡം ഭ്രമവും. ഇതത്രേ ആ വസ്തുരഹസ്യം. ഇത് അനേക കാലമായി പരീക്ഷിച്ച് ഉറപ്പിക്കപ്പെടുന്നുണ്ട് എന്ന വസ്തുതയാണ് ഗുരുദേവൻ 5-ാം പദ്യത്തിൽ വെളിപ്പെടുത്തുന്നത്. 5-ാം പദ്യം. അഖിലർക്കുമതിങ്ങനെ തന്നെ മതം സുഖസാധ്യമിതെന്നു ശുകാദികളും പകരുന്നു പരമ്പരയായി പലതും ഭഗവാനുടെ മായയഹോ വലുതേ. അഖിലർക്കും ഇന്നുവരെ സത്യം തെരഞ്ഞ് പൂർണ്ണമായി കണ്ടിട്ടുള്ളവർക്കെല്ലാം മതമത്. നിലനിൽപ്പിനെക്കുറിച്ചുള്ള പ്രസിദ്ധമായ അഭിപ്രായം ഇങ്ങനെ തന്നെ മേൽ വിവരിച്ച പ്രകാരം ചിജ്ജട രൂപത്തിൽ വേർതിരിയുന്നതു തന്നെ. ഇത് ചിജ്ജടങ്ങളെ വേർതിരിച്ച് ജഡഭ്രമം ഉപേക്ഷിച്ച് സദാ സർവത്ര ചിത്തിനെ അനുഭവിക്കുക എന്നത് സുഖസാധ്യമെന്ന്, പ്രയാസം കൂടാതെ നേടാമെന്ന് ശുകാദികളും ശുകൻ തുടങ്ങിയ സത്യദർശികളെല്ലാം പരമ്പരയായി ഗുരു ശിഷ്യ പരമ്പരയെ മുൻനിർത്തി പലതും പകരുന്നു, പല യുക്തികളും ഉപദേശിക്കുന്നു. ഭഗവാനുടെ മായ ജഡഭ്രമമുളവാക്കി ചിത് സ്വരൂപം മറച്ചു കളയുന്ന ഭഗവാന്റെ ശക്തിയായ മായ വലുതേ, കടക്കാൻ വിഷമമുള്ളതു തന്നെ. അഹോ ആശ്ചര്യം! ഇന്നുവരെ സത്യം തിരഞ്ഞ് പൂർണ്ണമായി കണ്ടിട്ടുള്ളവർക്കെല്ലാം നിലനിൽപ്പിനെക്കുറിച്ചുള്ള പ്രസിദ്ധമായ അഭിപ്രായം മേൽ വിവരിച്ച പ്രകാരം ചിജ്ജട രൂപത്തിൽ വേർതിരിഞ്ഞു എന്നതു തന്നെയാണ്. ചിജ്ജടങ്ങളെ വേർതിരിച്ച് ജഡഭ്രമം ഉപേക്ഷിച്ച് സദാ സർവത്ര ചിത്തിനെ അനുഭവിക്കുക എന്നത് പ്രയാസം കൂടാതെ നേടാമെന്ന് ശുകൻ തുടങ്ങിയ സത്യദർശികളെല്ലാം ഗുരു ശിഷ്യ പരമ്പരയെ മുൻനിർത്തി പല യുക്തികളും നൽകി ഉപദേശിക്കുന്നു. എന്തായാലും ജഡഭ്രമം ഉളവാക്കി ചിത്സ്വരൂപം മറച്ചു കളയുന്ന ചിച്ഛക്തിയായ മായ കടക്കാൻ വിഷമമുള്ളതു തന്നെ. ആശ്ചര്യം! ചിജ്ജട വിവേകത്തിന് സത്യദർശികളുടെ അംഗീകാരം. ചിത്ത് ജഡം, ബ്രഹ്മം മായ, പുരുഷൻ പ്രകൃതി, ജ്ഞാനം അജ്ഞാനം, പരമാത്മാവ് മൂലാവിദ്യ, ശിവൻ ശക്തി എന്നീ പദദ്വന്ദ്വങ്ങളെല്ലാം യഥാക്രമം പര്യായ പദങ്ങളായി ഗണിക്കപ്പെടാവുന്നവയാണ്. ഉപനിഷത്തുക്കൾ മുതൽ ആധുനിക വേദാന്ത ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെയുള്ള സത്യപ്രതിപാദകങ്ങളായ ശാസ്ത്രകൃതികൾ ഈ ചിജ്ജടങ്ങളുടെ വിവരണങ്ങൾ കൊണ്ട് നിറഞ്ഞവയാണ്. മായാം തു പ്രകൃതിം വിദ്യാത്, മായിനം തു മഹേശ്വരം. ജഡസ്വരൂപിണിയായ മായയെ പ്രകൃതിയെന്നും ചിത്സ്വരൂപനായ മായാവിയെ മഹേശ്വരനെന്നും അറിയേണ്ടതാണ് എന്ന് ശ്രുതി വെളിപ്പെടുത്തുന്നു. ഇന്ദ്രോ മായാഭിഹി പുരുരൂപ ഈയത്തെ. പരമാത്മാവ് മായ കൊണ്ട് വിവിധ ജഡരൂപങ്ങളെ പ്രകടമാക്കുന്നു എന്നും ശ്രുതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉപനിഷത് സാര സർവസ്വമായ ഗീതയുടെ പ്രഖ്യാപനം നോക്കുക. പ്രകൃതിം പുരുഷം ചൈവ വിദ്ധ്യനാദി ഉഭാവപി വികാരാംശ്ച ഗുണാംശ്ചൈവ വിദ്ധി പ്രകൃതി സംഭവാൻ. പ്രകൃതിയും പുരുഷനും ഈ രണ്ടും അനാദിയാണെന്നറിയൂ. എല്ലാ ജഡവികാരങ്ങളെയും അവയുടെ ഗുണഭേദങ്ങളെയും ഉണ്ടാക്കി കാണിക്കുന്നവൾ പ്രകൃതിയാണെന്നും ധരിക്കൂ. ഭാഗവതം, യോഗവാസിഷ്ഠം തുടങ്ങിയ മറ്റു പ്രാമാണിക ഗ്രന്ഥങ്ങളെയും ഈ മതം തന്നെ പിന്തുടരുന്നു. ഗൗഡപാദാചാര്യർ, ശങ്കര ഭഗവത്പാദർ തുടങ്ങി പലരും യുക്തിയുക്തം
ഈ തത്വം തെളിയിച്ചിട്ടുണ്ട്. ബ്രഹ്മജ്ഞാനാവലിമാല എന്ന ചെറുകൃതിയിൽ ശങ്കരഭഗവത് പാദർ പ്രഖ്യാപിക്കുന്നത് നോക്കുക. ദൃഗ്ദൃശ്യൗ ദ്വൗ പദാർത്ഥൗ സ്തഃ പരസ്പരവിലക്ഷണൗ ദൃഗ്ബ്രഹ്മ ദൃശ്യം മായേതി സർവവേദാന്ത ഡിണ്ടിമഃ. ബ്രഹ്മജ്ഞാനാവലിമാല 17-ാം പദ്യം. ദൃക്കെന്നും ദൃശ്യമെന്നും പദാർത്ഥങ്ങൾ രണ്ടേയുള്ളൂ. ഇവ രണ്ടും പരസ്പര വിലക്ഷണങ്ങളുമാണ്. ഇവയിൽ ദൃക് ബ്രഹ്മവും ദൃശ്യം മായയുമത്രേ. ഇത് വേദാന്ത ശാസ്ത്രത്തിൻ്റെ പെരുംഭരഘോഷമാണ്. ഇങ്ങനെ ഉപനിഷത്ത് കാലം മുതൽ അത്യാധുനികന്മാരുടെ കാലം വരെ പരീക്ഷിച്ച് ഉറപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ ചിജ്ജഡ ചിന്തനം എന്ന് കാണിക്കാനാണ് അഖിലർക്കും അതിങ്ങനെ തന്നെ മതം എന്ന് പ്രസ്താവിച്ചിരിക്കുന്നത്. ചിത് സാക്ഷാത്കാരം സാധ്യമാണോ? നിലനിൽപ്പ് ചിജ്ജഡ രൂപത്തിൽ വേർതിരിയുമെന്ന് ബുദ്ധിക്ക് തെളിഞ്ഞു കിട്ടിയാൽ പോരല്ലോ. ഭ്രമാനുഭവങ്ങളായ ജഡദൃശ്യങ്ങളെ വേർതിരിച്ച് പുറം തള്ളി ചിത്തിനെ സ്വസ്വരൂപമായി അനുഭവിക്കാൻ പറ്റുമോ? ഇത് സുസാധ്യമാണെന്ന് വ്യാസപുത്രനായ ശുകൻ പരീക്ഷിത്തിന് അനേകം മാർഗങ്ങൾ ചൂണ്ടിക്കാട്ടി ഉപദേശിക്കുന്നു. 7-ാം ദിവസം സർപ്പദംശനമേറ്റ് മരിക്കാൻ ഇടവരുമെന്ന് മുനിശാപം പരീക്ഷിത്ത് ഒരു അനുഗ്രഹമായി കരുതി. ഈ 7 ദിവസവും എല്ലാ ലോകകാര്യങ്ങളും വെടിഞ്ഞ് നിസ്സംഗനായി ആത്മദർശനം നേടാൻ പരീക്ഷിത്ത് തീരുമാനിച്ചു. ഈ നിശ്ചയത്തിന് സഹായകമായി ശുകനും വന്നുചേർന്നു. ഒന്നും ഭയപ്പെടാനില്ലെന്നും ശേഷിച്ച സമയം കൊണ്ടിത് സാധിക്കാവുന്നതേയുള്ളൂ എന്നും ശുകൻ പരീക്ഷിത്തിനെ സമാശ്വസിപ്പിച്ചു. ഭാഗവതം 2-ാം സ്കന്ധത്തിൽ ഇതിനുള്ള ഉപായങ്ങളെല്ലാം ശുകൻ പരീക്ഷിത്തിന് വിവരിച്ചു കൊടുത്തു. ആദ്യമായി ഈശ്വരപ്രാപ്തിയാണ് ജീവിതത്തിൻ്റെ പരമലക്ഷ്യമെന്നുറപ്പിച്ചുകൊണ്ട് ഭഗവാങ്കൽ പരമപ്രേമരൂപിണിയായ ഭക്തി നിരന്തരം വളർത്തിക്കൊണ്ടുവരിക. തുടർന്ന് പ്രണവോപാസന, വിരാട് രൂപോപാസന, സഗുണോപാസന, നിർഗുണോപാസന ഇവയിൽ അംഗീകരിച്ച് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തേണ്ടതാണ്. അതോടൊപ്പം നിത്യജീവിതത്തിൽ ഓരോ നിമിഷവും ചിജ്ജടങ്ങളെ വേർതിരിച്ച് വിചാരം ചെയ്ത് അവയുടെ യാഥാർത്ഥ്യം കൂടുതൽ അനുഭവിച്ചറിയേണ്ടതുമാണ്. ഈ കർമ്മപരിപാടി പിന്തുടരുകയാണെങ്കിൽ ഒരാൾക്ക് അചിരേണ പൂർണ്ണസത്യം സ്വസ്വരൂപമായി സാക്ഷാത്കരിക്കാൻ കഴിയുമെന്നാണ് ശുകൻ്റെ അഭിപ്രായം. സ്വധർമാനുഷ്ഠാനത്തോടൊപ്പം തത്വവിചാരം ചെയ്ത് പാകപ്പെട്ടിരുന്നതുകൊണ്ടാണ് പരീക്ഷിത്തിന് 7 ദിവസം കൊണ്ട് പൂർണ്ണമായ ജഡവിമുക്തി സാധ്യമായതെന്നും ഓർക്കണം. നിരന്തരമായ ആത്മാനുസന്ധാനമുണ്ടെങ്കിൽ വസ്തുലാഭം അത്യന്തം സുലഭമാണെന്നാണ് ഭഗവാൻ ഗീതയിലും പ്രഖ്യാപിക്കുന്നത്. അനന്യചേതസാ സതതം യോ മാം സ്മരതി നിത്യശഃ തസ്യാഹം സുലഭഃ പാർത്ഥ നിത്യയുക്തസ്യ യോഗിനഃ. ഭഗവത്ഗീത 8:14. ആത്മസ്വരൂപമായ പരമാത്മാവിനെ ആരൊരാൾ ഏകാഗ്രതയോടെ സദാ സ്മരിക്കാൻ യത്നിക്കുന്നുവോ അങ്ങനെയുള്ള നിത്യയുക്തനായ യോഗിക്ക് ഞാൻ അത്യന്തം സുലഭനാണ്. ഇങ്ങനെ വസ്തു സുലഭമായി നേടിയെടുക്കാനുള്ള ഉപായവും ഭഗവാൻ 2-ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഒന്നാമതായി ജീവിതത്തിൽ ചിജ്ജഡ വിവേചനം ചെയ്യുന്ന സാഖ്യബുദ്ധി സദാ നിലനിർത്തുക. രണ്ടാമതായി ജഡത്തിൽ നിന്നും ചിത്തിനെ വേർതിരിച്ച് അനുഭവിക്കാനായി ചിത്തത്തെ സമനില പഠിപ്പിച്ച് യോഗം അഭ്യസിക്കുക. ഈ 2 ഉപായങ്ങളുമാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. മാനാപമാനങ്ങളിലും ജയപരാജയങ്ങളിലും സുഖരൂപത്തിലോ ദുഃഖരൂപത്തിലോ ക്ഷോഭിച്ച് ഇളകാൻ അനുവദിക്കാതെ ഈശ്വരബുദ്ധി പുലർത്തി ചിത്തത്തെ സമനില പഠിപ്പിക്കുന്നതാണ് യോഗം. ഇങ്ങനെ പുരാതന കാലം മുതൽ തന്നെ സത്യസാക്ഷാത്കാരത്തിൻ്റെ സാധ്യതയും ഉപായങ്ങളും ആചാര്യന്മാർ വിവരിച്ചിട്ടുള്ളവയെ സംഗ്രഹിച്ചുകൊണ്ടാണ് ഗുരുദേവൻ സുഖസാധ്യമിതെന്ന് ശുകാദികളും പലതും പകരുന്നു എന്ന് പ്രസ്താവിച്ചിരിക്കുന്നത്.
പരമ്പരയായി കൈമാറിയിട്ടുള്ളതാണ് വസ്തുരഹസ്യം. സത്യം ഒന്നേയുള്ളൂ, എക്കാലവും ഒന്നേ ഉണ്ടായിരിക്കുകയുമുള്ളൂ. കാലം മാറുമ്പോൾ മാറിപ്പോകുന്നതാണെങ്കിൽ അത് സത്യമാകാനിടയില്ലല്ലോ. സത്യമെന്നും പുതുമയുള്ളതുമാണ്, അതൊരിക്കലും പഴകിപ്പോകുന്നില്ല. ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള ഋഷീശ്വരന്മാർ എന്തോ പുതിയ സത്യം കണ്ടുപിടിച്ചു എന്ന് സമർത്ഥിക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നവർ ഈ വസ്തുരഹസ്യം ധരിക്കാതെയും ഗുരുദേവൻ്റെ വാക്കുകളെ തന്നെ ഗണിക്കാതെയും പ്രവർത്തിക്കുന്നവരാണ്. പുതിയ സത്യത്തെ കണ്ടുപിടിക്കുന്നതിലല്ല, പണ്ടേ ഉള്ള സത്യത്തെ സാക്ഷാത്കരിക്കുന്നതിലും കാലാനുസൃതമായി അത് ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതിലുമാണ് ഒരു വ്യക്തിയുടെ മാഹാത്മ്യം സ്ഥിതി ചെയ്യുന്നത്. സകല ജീവികളുടെയും ആത്മാവായി വർത്തിക്കുന്ന സത്യം ചിലരുടെ മാത്രം പ്രത്യേക സ്വത്താണെന്നും മറ്റാർക്കും അത് അറിയാനോ അറിയിക്കപ്പെടാനോ പാടില്ലെന്നും കുറേ പേർ ശഠിച്ചു. സത്യം മറയ്ക്കപ്പെട്ടതോടെ സമൂഹത്തിൽ ജാതി മതാദി ഭേദ ചിന്തകളും ഉച്ചനീചത്വങ്ങളും താണ്ഡവം ആരംഭിച്ചു. ഈ അധർമ്മ പ്രകർഷത്തിനെതിരായി സ്വയം സത്യം സാക്ഷാത്കരിച്ച് കാലാനുസൃതമായി അത് സമൂഹത്തിന് പകർന്നു കൊടുക്കാനാണ് ഗുരുദേവൻ അവതരിച്ചത്. സത്യദർശികളുടെ പരമ്പരയെ അവഗണിച്ചുകൊണ്ടല്ല അദ്ദേഹം സ്വജീവിത കൃത്യം നിർവഹിച്ചത്. ഗുരുവന്ദനത്തിലും മറ്റും ആ പരമ്പരയെ സ്മരിക്കാൻ നിർദ്ദേശിച്ചതും അക്കാരണത്താലാണ്. നാരായണം പദ്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്ര പരാശരം ച ഗോവിന്ദയോഗീന്ദ്രമധാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമധാസ്യ പദ്മപാദാംശ്ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം അന്യാനമസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. ഇതാണ് ആ പരമ്പര. സത്യസ്വരൂപനായ ഭഗവാൻ തന്നെ സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മാവിനും സ്വശക്തിയായ ദേവിക്കും തൻ്റെ യഥാർത്ഥ സ്ഥിതി വെളിപ്പെടുത്തി കൊടുത്തു. ബ്രഹ്മാവ് തൻ്റെ മകനായ വസിഷ്ഠന് ആ ജ്ഞാനം പകർന്നു. വസിഷ്ഠപുത്രനായ ശക്തി സ്വപുത്രനായ പരാശരനും പരാശരനിൽ കൂടി പുത്രനായ വേദവ്യാസന് ലഭിച്ചു. വ്യാസൻ വേദങ്ങൾ പകുത്ത് ബ്രഹ്മസൂത്രങ്ങളും പുരാണ ഇതിഹാസങ്ങളും രചിച്ച് അത് സർവത്ര പ്രചരിപ്പിക്കാൻ യത്നിച്ചു. തുടർന്ന് വ്യാസപുത്രനായ ശുഗൻ അത് പരീക്ഷത്തിന് ഉപദേശിച്ചു. പരമ്പരാഗതമായി വന്ന ഈ ഉപനിഷത് വിദ്യ പഠിച്ച് സ്വയം സാക്ഷാത്കരിച്ച് യുക്തിയുടെ മണ്ഡലത്തിൽ അദ്വൈത സത്യം അസന്ദിഗ്ധമായി സ്ഥാപിച്ച ആചാര്യനാണ് ഗൗഡപാദർ. മാണ്ഡൂക്യോപനിഷത്തിന് വ്യാഖ്യാന രൂപത്തിൽ ഗൗഡപാദ കാരിക രചിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് സ്ഥാപിച്ചത്. ഗൗഡപാദ ശിഷ്യനാണ് ഗോവിന്ദഗുരു. ഗോവിന്ദഗുരുവിൻ്റെ ശിഷ്യനത്രേ ലോകത്തിനെമ്പാടും അദ്വൈത സത്യത്തിൻ്റെ പ്രഭ വിതറിക്കൊടുത്ത ശ്രീ ശങ്കര ഭഗവത്പാദർ. അദ്ദേഹം വ്യാസൻ്റെ ബ്രഹ്മസൂത്രങ്ങൾക്കും പ്രധാനപ്പെട്ട ഉപനിഷത്തുക്കൾക്കും ഗീതയ്ക്കും ഭാഷ്യം രചിക്കുകയും അനേകം വേദാന്ത പ്രകരണ ഗ്രന്ഥങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. പത്മപാദൻ, ഹസ്താമലകൻ, തോടകൻ, സുരേശ്വരൻ എന്നിവർ ശ്രീശങ്കരൻ്റെ ശിഷ്യന്മാരാണ്. പത്മപാദൻ ശങ്കരൻ്റെ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിന് പഞ്ചപാദിക എന്ന പേരിൽ പ്രസിദ്ധമായി തീർന്നിട്ടുള്ള വൃത്തി രചിച്ചു. ഹസ്താമലകീയം എന്ന അനുഭൂതി പ്രധാനമായ കൃതിയാണ് ഹസ്താമലകൻ രചിച്ചത്. ഉള്ളം കൈയിലെ നെല്ലിക്ക പോലെ തൻ്റെ ഹൃദയത്തിൽ സത്യം തെളിഞ്ഞിരിക്കുന്നു എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. തോടകാചാര്യർ തോടകവൃത്തത്തിൽ ശ്രുതിസാരസമുദ്ധാരണം എന്ന ഗ്രന്ഥമാണ് രചിച്ചത്. സുരേശ്വരനാകട്ടെ ആചാര്യപാദരുടെ തൈത്തിരീയ ഭാഷ്യത്തിനും ബൃഹദാരണ്യക ഭാഷ്യത്തിനും വാർത്തികങ്ങൾ രചിച്ചതോടൊപ്പം നൈഷ്കർമ്മ്യസിദ്ധി എന്ന പ്രസിദ്ധമായ വേദാന്ത ഗ്രന്ഥം രചിക്കുകയും ചെയ്തു. വാർത്തികം രചിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തെ ഗുരുപരമ്പരാ സ്മരണത്തിൽ വാർത്തികകാരൻ എന്ന് വിളിച്ചിരിക്കുന്നത്. ബ്രഹ്മാവിൽ നിന്നും ജ്ഞാനോപദേശം നേടിയ വസിഷ്ഠൻ അത് ദശരഥപുത്രനായ രാമനെ ഉപദേശിച്ചു. അതാണ് സുപ്രസിദ്ധമായ യോഗവാസിഷ്ഠം. ശ്രീനാരായണ ഗുരുദേവൻ ഉപനിഷത്തുക്കൾ, ഗീത, ബ്രഹ്മസൂത്രം ഇവയ്ക്കെല്ലാം ശ്രീ ശങ്കരൻ രചിച്ച ഭാഷ്യങ്ങൾ, ഗൗഡപാദ കാരിക, യോഗവാസിഷ്ഠം, ശങ്കര ശിഷ്യന്മാരുടെ കൃതികൾ ഇവയെല്ലാം നല്ലപോലെ പഠിച്ച് ഹൃദിസ്ഥമാക്കിയിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ അദ്വൈതാനുഭവ ദാർഢ്യവും
കൃതികളും വിളിച്ചറിയിക്കുന്നു. അങ്ങനെ തനിക്ക് വളരെയധികം കടപ്പാടുള്ള ആ പരമ്പരയെ ഓർമ്മിച്ചുകൊണ്ട് തന്നെയാണ് പരമ്പരയായി എന്ന പദം ശ്ലോകത്തിൽ ചേർത്തിരിക്കുന്നത്. പരമ്പരയെ വിസ്മരിച്ചവരാണ് സ്വന്തം നിഗമനങ്ങൾക്ക് പ്രാധാന്യം നൽകി സത്യാന്വേഷണ മാർഗത്തിൽ അനേകം തെറ്റിദ്ധാരണകൾക്ക് വഴിതെളിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ളവർ എത്ര കേമന്മാരായാലും ഉപേക്ഷ്യരാണെന്നത്രേ അഭിജ്ഞമതം. മായാജാലം എളുപ്പമല്ല. മായയെ ജയിച്ച് സത്യം കണ്ടെത്തുക സുഖസാധ്യമാണെന്നും ശുഗനും മറ്റും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സർവാർപ്പണ ബുദ്ധിയോടുകൂടി ആത്മാന്വേഷണത്തിൽ ഏർപ്പെടുന്നയാളെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിയുമാണ്. ചെറുപ്പകാലത്ത് തന്നെ യുവത്വത്തിൻ്റെ മാദകതയിൽ മുങ്ങിപ്പോകാതെ സർവസംഘങ്ങളും ഉപേക്ഷിച്ച് അചിരേണ സത്യം കണ്ടെത്തിയ നാരായണ ഗുരുദേവൻ തന്നെ ഇതിന് ദൃഷ്ടാന്തമാണ്. ബാഹ്യബന്ധങ്ങളിലും വിഷയങ്ങളിലുമുള്ള സംഘമാണ് ആത്മാനുഭൂതിയെ തടയുന്നത്. അവയെ ധീരമായി ഉള്ളിൽ നിന്നും അകറ്റാൻ കഴിവുള്ളവർക്ക് ആത്മാവ് ഏതു നിമിഷവും തെളിഞ്ഞു കിട്ടാം. എന്നാൽ ലൗകിക സുഖങ്ങളിൽ മോഹിച്ച് എൻ്റേത് എൻ്റേത് എന്ന ചിന്തയ്ക്ക് ശക്തി കൂട്ടി ഭേദചിന്തകളിൽപ്പെട്ടുഴലുന്നവർക്ക് മായയെ ജയിക്കുക പ്രയാസമാണ്. ശുഗൻ തന്നെ ഭാഗവതത്തിൽ പ്രസ്താവിക്കുന്നത് നോക്കുക. കിം പ്രമത്തസ്യ ബഹുഭിഃ പരോക്ഷൈർഹായനൈരിഹ വരം മുഹൂർത്തം വിദിതം ഘടേത ശ്രേയസേ യതഃ. ശ്രീമദ് ഭാഗവതം 2:1-12. ആത്മാവിനെ മറന്ന് ലോകകാര്യങ്ങളിൽ ഭ്രമിക്കുന്ന ഒരാൾക്ക് എത്ര വർഷം ആയുസ് നീണ്ടു കിട്ടിയാലും എന്തു പ്രയോജനമാണ്? നേരെ മറിച്ച് സത്യം തെളിയുന്ന ഒരു നിമിഷം ലഭ്യമായാൽ മതി, അതോടെ സകല ശ്രേയസ്സും സിദ്ധിക്കാനിടവരുന്നു. സംഘബദ്ധന് മായാജയം എളുപ്പമല്ലെന്ന് ഗുരുദേവൻ തന്നെ ആത്മോപദേശ ശതകത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. വികൃതി വിടുന്നതിനായി വേല ചെയ്വീലകൃതി ഫലാഗ്രഹമറ്ററിഞ്ഞിടേണം. ആത്മോപദേശ ശതകം 43-ാം പദ്യം. മായയുടെ പിടിയിൽപ്പെട്ട് സുകൃതികൾ പോലും സദാ ഭ്രമിക്കാനിടവരുന്നു. നിരന്തര പരിണാമിയായ ജഡസമ്പർക്കം വെടിയാൻ കാര്യമായി യത്നിക്കുന്നതേയില്ല. ഫലസംഘം വെടിയുന്ന നിമിഷം നിശ്ചലമായ ആത്മതത്വം തെളിയും എന്നറിയേണ്ടതാണ്. സംഘബദ്ധനായ മനുഷ്യന് മായയെ ജയിക്കുക പ്രയാസമെന്നു കാണിക്കാനാണ് ഭഗവാനുടെ മായയഹോ വലുതേ എന്ന് പ്രസ്താവിച്ചിരിക്കുന്നത്. ജഡത്തെപ്പോലും ചിത് സ്വരൂപമായി കണ്ടാൽ മായയെ എളുപ്പം ജയിക്കാം. സത്യം സമ്പൂർണമായി സാക്ഷാത്കരിക്കുന്നതിന് മുൻപ് ഒരന്വേഷകന് ബുദ്ധിക്ക് തെളിഞ്ഞു കിട്ടുന്ന 2 ഘടകങ്ങളാണ് ചിത്തും ജഡവും. തുടർന്ന് ഈശ്വരകാരുണ്യം നേടി ചിത്തിനെ വേർതിരിച്ച് അനുഭവിച്ച് ജീവൻ മുക്തിക്കായി യത്നിക്കുന്നു. അതോടെ ചിത് ജഡങ്ങളുടെ വ്യാപ്തി സുവ്യക്തമായി വേർതിരിയുന്നു. മുൻപുണ്ടെന്ന് തോന്നിയിരുന്ന ജഡങ്ങളിൽ പോലും ചിത് സ്വരൂപം തെളിയുകയും ചെയ്യുന്നു. പരമ്പരയാ പരീക്ഷിച്ചുറപ്പിച്ചിട്ടുള്ള ഈ സത്യസ്ഥിതി വിവരിച്ച ശേഷം ചിത്തിൽ നിന്നും ഭിന്നമല്ലെന്ന് അനുഭവിക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളെയാണ് ഇനിയുള്ള പദ്യങ്ങളിൽ വിവരിക്കുന്നത്. ഏകവും അഖണ്ഡവും അദ്വയവുമായ ചിത്തു മാത്രമേയുള്ളൂ എന്നതാണ് സത്യാനുഭവത്തിൻ്റെ പരമകാഷ്ഠ. 6-ാം പദ്യം. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.